ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഈ മത്സ്യനാഗിനി പ്രാർത്ഥനയുടെ വാക്കാണ്. അന്നത്തെ ദിവസം അസ്തമിച്ച് പിറ്റേന്ന് നേരം പുലരവേ പ്രദയുടെയും ഋഷിയുടെയും മനസ്സിൽ നല്ല സന്തോഷമായിരുന്നു. തങ്ങളുടെ മകൾ മത്സ്യകന്യകയല്ല, പകരം ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ് ഇപ്പോൾ എന്ന കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഭവം തന്നെയായിരുന്നു. രാവിലെ തന്നെ തിരികെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഋഷിയും പ്രദയും, അനുമോളും പ്രാർത്ഥനയും ജീവനുമൊക്കെ. അന്നേരം ഋഷി പറഞ്ഞു, മോളെ പ്രാർത്ഥന, നിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലായിരുന്നോ നാട്ടിൽ വരണമെന്ന്? അത് നമ്മളിതാ നടത്തി തരാൻ പോകുന്നു. പെട്ടെന്ന് പ്രീതി അന്നേരം ചോദിച്ചു, അല്ല അച്ഛാ, ഇത്രയും നാൾ വരെയും എന്തുകൊണ്ടാണ് എന്നെ നാട്ടിലേക്ക് വരാൻ നിങ്ങൾ ആരും സമ്മതിക്കാതിരുന്നത്? പെട്ടെന്ന് ആ ചോദ്യം കേട്ട് പ്രദ അങ്ങോട്ട് വന്നു. പ്രീതിയുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് പ്രദ പറഞ്ഞു, പറയാം മോളെ, എല്ലാം പറയാം. എല്ലാത്തിനും വളരെ കൃത്യമായ ഉത്തരങ്ങളുണ്ട്. അച്ഛനും അമ്മയും എന്തൊക്കെ ചെയ്യുന്നുവോ അത് നിങ്ങൾ മക്കൾ രണ്ടുപേർക്കും വേണ്ടിയാണ്. ഇപ്പോ എന്റെ മോള് ഇത്രയും അറിഞ്ഞാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് UAE-യിലെ വീട്ടിൽ നിന്നും അവരെല്ലാം തിരികെ എയർപോർട്ടിലെത്തി. അന്നേരം ഋഷിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ആ കോൾ അറ്റൻഡ് ചെയ്ത ഋഷിയോട് ഒരു അജ്ഞാത സ്വരത്തിൽ ഒരാൾ പറഞ്ഞു, യുദ്ധം തുടങ്ങി ഋഷി. കാലമിത്രയും നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചത് എന്താണോ അത് ഇതാ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾ ആരെയാണോ വെളിച്ചത്തിൽ നിന്നും ഒളിപ്പിക്കാൻ ശ്രമിച്ചത്, അവൾ ഇന്ന് മത്സ്യലോകത്തിന്റെ പട്ടം തന്നെ അലങ്കരിച്ചിരിക്കുന്നു. അത് കേട്ട ഋഷി ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഋഷി പ്രീതിയിലേക്ക് കണ്ണോടിച്ചു. ചിരിച്ചു കളിച്ച് ഹാപ്പിയായി പ്രാർത്ഥന ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഫോൺ വിളിച്ച അജ്ഞാതൻ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഹലോ, നിങ്ങൾ ആരാണ്? ഋഷി ഇത്രയും ചോദിക്കവേ, ദ ഗെയിം ബിഗിൻസ് ഋഷി എന്ന് പറഞ്ഞ് ആ അജ്ഞാതൻ ഫോൺ കട്ട് ചെയ്തു. ഫോണിലൂടെ താൻ കേട്ടത് എന്താണെന്ന് ഋഷി ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്താണെന്ന് പക്ഷേ ഋഷിക്ക് മനസ്സിലായില്ല. പെട്ടെന്നാണ് ഋഷിയുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നത്. ഋഷി ആ മെസ്സേജ് ഓപ്പൺ ചെയ്തതും ഞെട്ടിപ്പോയി. പ്രാർത്ഥന കടൽ തീരത്ത് മത്സ്യകന്യകയായി നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. അത് കണ്ട ഋഷിക്ക് പെട്ടെന്ന് തല കറങ്ങും പോലെ തോന്നി. ഭഗവാനെ, എന്താണ് ഈ ഫോട്ടോയിൽ ഞാൻ കണ്ടത്? അങ്ങനെയാണെങ്കിൽ തന്നെയും പ്രാർത്ഥന എങ്ങനെ നാട്ടിലെത്തി? ഇത് ശംഖുമുഖമല്ലേ? അല്ല, അപ്പോ എന്റെ കൂടെ ഉള്ളത് ഇതാരാണ്? ഏതെങ്കിലും ഇച്ഛാധാരി മത്സ്യമായിരിക്കുമോ? ഏയ്, ഇത് എന്റെ പ്രാർത്ഥന മോള് തന്നെയാ. ഈ ഫോട്ടോ അയച്ച ആൾ എന്നെ ടെൻഷനാക്കാൻ വേണ്ടി AI-യുടെ സഹായത്താൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അയച്ചതാകും. അല്ലാതെ മറ്റൊരു വഴിയല്ല ഇത്. പക്ഷേ ഏതോ ഒരു ശത്രു നമ്മുടെ പിന്നാലെ ഉണ്ട്. അത് കണ്ടെത്തണം. തൽക്കാലം ഇതൊന്നും ഇപ്പോൾ പ്രദയോട് പറയണ്ട, എങ്കിൽ അവൾ ടെൻഷനാകും. ഇത്രയും പറഞ്ഞ് ആ കാര്യത്തെ നിസ്സാരമായി തള്ളിക്കൊണ്ട് ഋഷി ഫോൺ പോക്കറ്റിലിട്ട് പ്രദയുടെ അരികിൽ പോയി പ്രദയെയും അനുമോളെയും പ്രീതിയെയും ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു. തന്റെ മനസ്സിന്റെ ആവലാതിയെ ആരോ കളിയാക്കുന്നത് പോലെ മാത്രമായി ഋഷി അതിനെ കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ഋഷിയുടെ ഫോണിലേക്ക് വിളിച്ചതും മെസ്സേജ് അയച്ചതുമെല്ലാം വിഷ്ണുപ്രിയയായിരുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല ഋഷി, എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ. നിന്റെ സ്വന്തം മകൾ തന്നെ നിന്നെ വകവരുത്തും, നീ നോക്കിക്കോ. പ്രാർത്ഥന കാണാതെ പിന്നീട് വിഷ്ണുപ്രിയ ഫോൺ കട്ട് ചെയ്ത് അവളെയും കൂട്ടി നേരെ ഗുജറാൾ വീട്ടിലേക്ക് പോയി. ആ രഹസ്യമുറിക്കുള്ളിൽ എത്തിയ വിഷ്ണുപ്രിയ പറഞ്ഞു, ദേ നീ നോക്ക്, ഇതാണ് നിന്റെ അമ്മയുടെ യഥാർത്ഥ രൂപം, ശേഷ മത്സ്യകന്യക. ഇത്രയും പറഞ്ഞ് പ്രദയുടെ മത്സ്യവേഷത്തിലുള്ള ഒരു ചിത്രം വിഷ്ണുപ്രിയ പ്രാർത്ഥനയെ കാണിച്ചു. തുടർന്ന് ഋഷി മത്സ്യമായി നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി പ്രാർത്ഥന കണ്ടപ്പോൾ അവൾക്ക് വിഷ്ണുപ്രിയ പറയുന്നതിൽ വിശ്വാസം വന്നു തുടങ്ങിയിരുന്നു.